കേരളത്തിന്റെ പ്രത്യേകത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഈ നാടിനെ പറ്റി വ്യക്തമായൊരു ചിത്രം നബിക്ക് ഉണ്ടായിരുന്നു എന്നതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ സ്വഹാബികൾ നബിയുടെ കാലഘട്ടത്തിൽ വന്നിരുന്നു. ഇവിടെ നിന്ന് പോയിട്ട് സ്വഹാബി ആയിരുന്നു. ഇവിടെ സ്വഹാബികൾ വന്നപ്പോൾ വലിയ കബൂലിയത്തിന്റെ വരവാണ് വന്നത്. അതായത് സ്വഹാബികൾ ചെന്നിടത്ത് അവരെ ഓടിച്ച നാടുകളുണ്ട്, അവരെ ദീനും ദഅവത്തും വേണ്ടാന്ന് പറഞ്ഞ് ഓടിച്ചവരുണ്ട്, റുസ്തുമിനെ പോലെ അവരെ വെട്ടിനുറുക്കും എന്ന് പറഞ്ഞവരും ഉണ്ട്, അവരുടെ നാടുകളും ഉണ്ട്. എന്നാൽ കേരളം, ഇവിടുത്തെ ഹിന്ദുക്കളും ഇവിടുത്തെ ജനങ്ങളും അന്ന് ഇന്നത്തെ പോലെ തന്നെ ഒന്നുകൂടി മെച്ചപ്പെട്ട നിലയിൽ പറഞ്ഞാൽ ഹൈന്ദവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിറഞ്ഞ ഹിന്ദുക്കൾ നിലനിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. പക്ഷെ പുണ്യ റസൂലിന്റെ പ്രതിനിധികളെ ഇവിടുത്തെ ഹിന്ദുക്കൾ കൈകാട്ടി സ്വീകരിച്ചു എന്ന് മാത്രമല്ല, അത്ഭുതപ്പെടുത്തുന്ന ചില സ്വീകാര്യതകൾ നൽകി. ഒന്ന്, ആരാധിക്കാനുള്ള പള്ളി ഉണ്ടാക്കാൻ സൗകര്യപ്പെടുത്തി കൊടുത്ത് പള്ളി ഉണ്ടാക്കി കൊടുത്തു. ഹിന്ദുക്കൾ തന്നെ ശ്രമദാനമായി ഉണ്ടാക്കിയ പള്ളിയാണ് മാടായി പള്ളി എന്നാണ് ഒരു അനുമാനം. മാടായി പള്ളി ബുനിയ സനത്ത 50 ഹിജ്റ 5 ഉണ്ടാക്കിയതാണ്. ഹിജ്റ ഇതാണ് മാടായി പള്ളിയുടെ ശിലാഫലകം. ഞാൻ കണ്ടിട്ടുണ്ട്. പഴയ സ്വഹാബത്തിന്റെ മെഹ്റാബ് അവിടെ സംരക്ഷിച്ചു പോരുന്നുണ്ട്. ഇപ്പോൾ റോഡ് ഒന്നുകൂടി വിശാലമായും അണ്ണാടി ഇങ്ങോട്ട് തിക്കി വരികയും ചെയ്തതുകൊണ്ട് സ്വഹാബികളെ മെഹ്റാബ് ഉപയോഗിക്കാറില്ല, എങ്കിലും സംരക്ഷിച്ചു പോരുന്നുണ്ട്. അത് ഹിജ്റ 5 ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ആ പള്ളി ഹിജ്റ 5 ഉണ്ടാക്കി എന്ന ചരിത്ര രേഖയനുസരിച്ച് ലോകത്തെ അപൂർവമായി പള്ളി ഉണ്ടാക്കിയ സ്ഥലങ്ങളെ അപ്പോൾ ഉള്ളൂ. ചിന്തിക്ക്, ഹിജ്റ 8 ബഹുമാനപ്പെട്ട കഅബ മുസ്ലിമീങ്ങൾ പിടിച്ചടക്കുന്നത്. എന്നാൽ ഹിജ്റ 5 കേരളത്തിൽ പള്ളി ഉണ്ടാകുന്നത്. വളരെ നമ്മൾ ഗൗരവമായി അത് ചിന്തിക്കണം. ഹിജ്റ 8 ഫത്ഹു മക്ക. ഹിജ്റ 8 നിങ്ങൾ ചിന്തിക്കുക. കേരളത്തിന് അള്ളാഹു നൽകിയ തൗഫീഖിനെ ചിന്തിക്കണം. ഒരു ജനത ചിന്തിക്കേണ്ടത് ആ ജനതക്ക് അള്ളാഹു നൽകിയ ദീനിയായ അടിസ്ഥാനമാണ്. കാരണം ബാക്കിയുള്ള നിഅമത്തുകളെല്ലാം നഷ്ടപ്പെട്ടു പോകാനുള്ളതാണ്. അതിനൊന്നും വിലയില്ല. അത് കിട്ടിയാൽ അത് വലിയതല്ല, അത് പോയാൽ അത് നഷ്ടവുമല്ല. ദുനിയാവിന്റെ നിഅമത്തൊക്കെ അങ്ങനെയാണ്. നഷ്ടപ്പെടാവുന്ന ഒരു നിഅമത്ത്, നഷ്ടപ്പെട്ടാൽ പിന്നെ നഷ്ടമുണ്ടാകുന്ന ഒരൊറ്റ നിഅമത്ത് അള്ളാഹുവിന്റെ ദീനാണ്. ഈ കേരളത്തിന്റെ ഒരു പ്രത്യേകത എല്ലാവരും ചിന്തിക്കണം, ഇത് മനസ്സിലാക്കണം. പുതിയ ചെറുപ്പക്കാർ ചരിത്രത്തെക്കുറിച്ച് ബോധവാന്മാരാകണം. കാരണം ഒരു ജനതക്ക് ആ ജനതയുടെ ചരിത്രം അറിഞ്ഞാലേ ആ ജനതയുടെ നിലപാട് അറിയുകയുള്ളൂ. കേരളം അങ്ങനെ ഏട്ടിലും മുക്കിലും ഇല്ലാത്ത നാടല്ല. അള്ളാഹുവിന്റെയും അള്ളാഹുവിന്റെ റസൂലിന്റെയും ഇടയിൽ അടുക്കൽ പ്രത്യേക സ്ഥാനമുള്ള നാടാണ് കേരളം. ഇതൊരു അത്ഭുതമായി നിങ്ങൾക്ക് തോന്നുന്നില്ലേ? നിങ്ങൾ ചിന്തിക്കി. കണ്ണൂർ മാടായി പള്ളിയിൽ സൂക്ഷിച്ച ശിലാഫലകം അനുസരിച്ച് ബുനിയ സനത്ത 50 അത് ഹിജ്റ 5 ഉണ്ടാക്കപ്പെട്ടതാണ്. എന്നാൽ മസ്ജിദുൽ ഹറം മുസ്ലിം ഉമ്മത്തിന് അധീനപ്പെടുന്നത്, ബഹുമാനപ്പെട്ട കഅബാലയം മുസ്ലിം ഉമ്മത്തിൻ്റെത് ആയി തീരുന്നത് ഹിജ്റ 8 അഥവാ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 61ാമത്തെ വയസ്സിലാണ് കഅബാലയം പിടിച്ചടക്കുന്നത്, ശുദ്ധീകരിക്കപ്പെടുന്നത്. അതേ സമയത്ത് ഹിജ്റ 5 എന്നാൽ മുത്തുനബിയുടെ 58ാമത്തെ വയസ്സിലാണ് കണ്ണൂരിൽ പള്ളി ഉണ്ടാവുന്നത്. അഥവാ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 58ാമത്തെ വയസ്സിൽ കണ്ണൂരിൽ പള്ളി ഉണ്ടായെങ്കിൽ
61-ാമത്തെ വയസ്സിലാണ് മക്ക ഇസ്ലാമിനെ അധീനപ്പെടുന്നത് എങ്കിൽ കണ്ണൂരിൽ പള്ളി ഉണ്ടായിട്ട് പിന്നെയും 3 വർഷം കഴിഞ്ഞാണ് ആ സംഭവം ഉണ്ടാകുന്നത്, ഫത്ഹ് മക്ക നടക്കുന്നത്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നാട്ടിന് ചെയ്തിട്ടുള്ള പ്രത്യേകതയാണ്. പ്രഗൽഭ സ്വഹാബികളിൽ അനവധി പ്രഗൽഭന്മാർ ഇവിടെയുണ്ട്. ബദരീങ്ങളിൽപ്പെട്ട അനവധി ആളുകൾ 300 ചില്ലാനം ബദരീങ്ങൾ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നാലെ ബദറിലേക്ക് പോയ 300 ചില്ലാനം പരിശുദ്ധ ഇസ്ലാമിന്റെ ജീവാർപ്പണം ചെയ്യാൻ തയ്യാറായി പോയ 300 ചില്ലാനം മഹാന്മാരിൽ ഒരാളെപ്പോലും പോയി നാട്ടിൽ കിട്ടിയാൽ ആ നാട് മുബാറക്കായ പ്രദേശമായിരിക്കും. ഒരാളെ കിട്ടിയാൽ മതി. പക്ഷേ അനവധി ആളുകളെ, ബദറിൽ പങ്കെടുത്ത അനവധി ആളുകളെ കേരളത്തിന് കിട്ടിയിട്ടുണ്ട്. കേരളത്തിൽ വഫാത്തായി മഷ്ഹൂറായി വഫാത്തായി കിടക്കുന്ന അനവധി ബദരീങ്ങളുണ്ട്. വമിൻഹും തമീം അൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു. തമീമുൽ അൻസ്വാരി ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് റളിയല്ലാഹു അൻഹു. ഒരാൾ വേറെയുണ്ട്. നിങ്ങൾ ചിന്തിക്ക്, 300 ചില്ലാനം ആളുകളാണ് ബദറിൽ പങ്കെടുത്തത്. അവർ വല്ലാത്ത ആളുകളല്ലേ? ലഅല്ലല്ലാഹു തആല അലാ അഹ്ലി ബദരിൻ ഫഖാല യഅമലു മാ ശിതും. എന്തും ചെയ്യാൻ അല്ലാഹു സമ്മതം കൊടുത്ത വിഭാഗമാണ് ബദരീങ്ങൾ. ഒരു പേടിയും പരലോകത്തുണ്ടാവില്ല എന്ന് ഉറപ്പ് കൊടുത്ത ഈ വിഭാഗമാണ് ബദരീങ്ങൾ. ബദറിൽ പങ്കെടുത്ത സ്വഹാബികൾക്ക് പരലോകത്ത് വല്ലാത്ത ദർജയാണ്. അത്രയും വലിയ മഹാന്മാരാണ് ബദരീങ്ങൾ. ആ ബദരീങ്ങൾ ഒരു നാട്ടിൽ ഒരാളെ കിട്ടിയാൽ വലിയ അത്ഭുതമാണ്. ഇല്ല എന്നാൽ കേരളത്തിൽ ഉണ്ട്. കേരളത്തിൽ തമീമുദ്ദാരി അൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു പാറപ്പള്ളിയിൽ കിടക്കുന്നു. കോഴിക്കോട്ട് അങ്ങാടിയിൽ ബദരീങ്ങളിൽപ്പെട്ട 3 മഹാന്മാരുള്ളതായി ചരിത്രത്തിൽ ചില ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചിന്തിക്ക്, നിങ്ങൾ ചിന്തിക്കണം. അതായത് അത് അടിത്തറയാണ്. ഈ സമുദായത്തിലെ ഏറ്റവും വലിയ നേതാക്കന്മാരിൽ ഏറ്റവും ഉന്നത സ്ഥാനത്തുള്ളവരാണ് ബദരീങ്ങൾ. ആ ബദരീങ്ങളിൽ ഏറെ മഷ്ഹൂറായ മഹാനാണ് തമീമുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു. എന്തിനാ ബദർ എന്ന് പറയുന്നത്? അതിൻ്റെയും മുമ്പ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദീനയുടെ അതിർത്തിയിൽ പോയി സ്വീകരിച്ചു കൊണ്ടുവന്ന് ത്വലാൽ ബദറു അലൈനാ മിൻ തനിയാത്തിൽ വദാഇ എന്ന് പറഞ്ഞ് പാട്ട് പാടിക്കൊണ്ടുവന്ന മഹാന്മാരിൽ ഒരാളാണ് തമീമുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു. ഒട്ടകത്തിനെ അനുധാവനം ചെയ്തു പോയി അബൂ അയ്യൂബിന്റെ വീട്ടുമുറ്റത്ത് ഒട്ടകം മുട്ടുകൂട്ടുന്നത് വരെ ഒട്ടകത്തിന്റെ പിന്നാലെ ദഫും അടിച്ച് പാട്ടുപാടി നടന്നവരിൽ ഒരാളാണ് തമീമുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ ഇന്ന് കേരളത്തിന്റെ വിരിമാറിൽ പാറപ്പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. നിങ്ങൾ ചിന്തിക്ക്, അള്ളാഹുവിന്റെ തൗഫീഖ്, അള്ളാഹു കേരളത്തിന് നൽകിയ തൗഫീഖ് വളരെ വലുതാണ്. അനവധി ഹദീസുകൾ ബുഖാരി മുസ്ലിം ഒക്കെ രേഖപ്പെടുത്തിയ അനവധി ഹദീസുകളിൽ തമീം വഴിയുള്ള ഹദീസുകൾ കാണാം. അപ്പോൾ ആദ്യത്തെ മുഹദ്ദിസ് ബുഖാരിയിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ചില ഹദീസുകൾ തമീമുൽ അൻസ്വാരി എന്ന ഹദീസ് ബുഖാരിയിൽ കാണാം, മുസ്ലിമിൽ കാണാം. റിപ്പോർട്ട് ചെയ്ത് നബിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു. ആദ്യത്തെ റിപ്പോർട്ട് ചെയ്തു തമീം റിപ്പോർട്ട് ചെയ്തു. ദജ്ജാലിനെ ബന്ധിക്കുന്ന ഹദീസ് റിപ്പോർട്ട് ചെയ്തത് തമീമാണ് റളിയല്ലാഹു അൻഹു. ദജ്ജാലിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ദജ്ജാലിന്റെ ഒരു ചർച്ച നടത്തുന്നുണ്ട്. ആ ചർച്ച ബുഖാരിയിലും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്നത് പാറപ്പള്ളി കിടക്കുന്ന ബഹുമാനപ്പെട്ട തമീമാണ് റളിയല്ലാഹു അൻഹു. ബുഖാരി കാണാം. ദജ്ജാലിന്റെ ഒരു ചർച്ച പറയുന്നത് വലിയ വിശാലമായ ചർച്ച. ദജ്ജാൽ ഇറങ്ങുന്ന കാലഘട്ടത്തിന്റെ തൊട്ട് മുമ്പുള്ള അവസ്ഥ, അതൊക്കെ ഒരു 1.5 പേജ് അവിടെ ബുഖാരി വിശദീകരിക്കുന്നുണ്ട്. ആ ഹദീസ് ബഹുമാനപ്പെട്ട തമീമുൽ അൻസ്വാരി എന്നാണ് റിപ്പോർട്ട്. ആ തമീമാണ് ഈ കിടക്കുന്നത്. അതിന്റെ തൊട്ടപ്പുറത്ത് അബ്ദുല്ലാഹ് ഇബ്നു മുഗ്ഫിർ ഉണ്ട്, ബുഖാരി ഇമാമിന്റെ ഷെയ്ഖ്. അവരിവിടെ കിടക്കുന്നത്. ബുഖാരി ഇമാമിന്റെ ഷെയ്ഖ് ഇവിടെ കിടക്കുന്നുണ്ട് ആ കാഞ്ഞരത്തിന്റെ ചുവട്ടിൽ. മുഅ്മിനീങ്ങൾ ചിന്തിക്കണം. അതായത് കൃത്യം തന്നെ കൃത്യം. അതായത് നേരെ സ്വഹാബത്ത് ഇവിടെ വന്ന് നബിയിൽ നിന്ന് പഠിപ്പിച്ചത് ഇവിടെ പഠിപ്പിച്ചു കൊടുത്തു. നേരം വൈകിയിട്ടില്ല, ഇടയിൽ മധ്യവർത്തികളില്ല, നേരിട്ട് വന്നു. അസ്വഹാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരാമത്തെ അനവധി സ്വഹാബികൾ വഫാത്തായി കിടക്കുന്നു.
അവർ സ്വഹാബികൾ തന്നെ എന്ന് CN അഹമ്മദ് മൗലവി പോലും രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്വഹാബികൾ തന്നെ തർക്കിക്കണ്ട, സ്വഹാബികൾ തന്നെയാണ്. നിലാമുറ്റത്ത് ആ കാട്ടിൽ നിറച്ച സ്വഹാബികളാണ്, എത്രയെന്ന് കണക്കില്ല, എത്രയോ. കൊടുങ്ങല്ലൂർ പള്ളിയുടെ ഉള്ളിൽ സ്വഹാബികൾ വഫാത്തായി കിടക്കുന്നു. ചിന്തിക്കും, മുഅ്മിനീങ്ങൾ ചിന്തിക്കണം. അപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പരിശോധിച്ചാൽ അനവധി സ്വഹാബികൾ ഇവിടെ കിടക്കുന്നുണ്ട്, അനവധി മഹാന്മാർ, അനവധി സ്വഹാബികൾ. ചിന്തിക്ക്, അവര് ഒരു നാട്ടിൽ കിട്ടി എന്നത് ആ നാട്ടിന്റെ ഒരു അടിത്തറയാണ്. കാരണം പിന്നീടല്ല, സ്വഹാബികൾ നേരിട്ട് വന്ന് ഇവിടെ ദീൻ നടത്തി, ഇവിടെ പള്ളി ഉണ്ടാക്കി. ഞാൻ പറഞ്ഞില്ലേ, കഅബാലയം പോലും അധീനപ്പെടുന്നതിന്റെ മുമ്പ് മലയാളികൾ ഇസ്ലാമിയത്തിന് അധീനപ്പെട്ടിരിക്കുന്നു. ഇസ്ലാമിനെ സാഗൂഢം മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്തിരിക്കുന്നു. സ്വഹാബികളെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുന്നു. പിന്നെ ഇവിടെ താബിഈങ്ങൾ വന്നു, താബിഈങ്ങൾ വന്നു. മാലിക് ബിൻ ദിനാർ സംഘവും വന്ന്, ഹബീബ് ബിൻ ദിനാർ, മാലിക് ബിൻ ദിനാർ, ഇങ്ങനെ കുറച്ച് ആളുകൾ വന്നു. 10 ആളെന്നും 12 ആളെന്നും അഭിപ്രായമുണ്ട്. മാലിക് ബിൻ ദിനാർ പിന്നെ തിരിച്ചുപോയി, ഹബീബാണ് ഇവിടെ നിന്നത്, അങ്ങനെ അഭിപ്രായമുണ്ട്. ഇങ്ങനെയൊക്കെ അഭിപ്രായങ്ങൾ കാണുന്നുണ്ട്. ഏതായാലും വന്നു എന്ന കാര്യം ഉറപ്പാണ്. ഒരു 10 പള്ളി ഉണ്ടാക്കി കേരളത്തിൽ. കൊടുങ്ങല്ലൂർ അതിൽപ്പെട്ടതാണ്, ധർമ്മടം അതിൽപ്പെട്ടതാണ്, ശ്രീകണ്ഠപുരം അതിൽപ്പെട്ടതാണ്, ചാലിയം അതിൽപ്പെട്ടതാണ്, കാസർഗോഡ് അതിൽപ്പെട്ടതാണ്, ഇങ്ങനെ മംഗലാപുരം ബണ്ടർലപ്പള്ളി അതിൽപ്പെട്ടതാണ്. 10ഓളം പള്ളികൾ മാലിക് ബിൻ ദിനാറിന്റെ സംഘം വന്ന് ഇവിടെ ഉണ്ടാക്കി. റളിയല്ലാഹു അൻഹു. അതിനൊരു അടിസ്ഥാന കാരണം ഉണ്ടായിരുന്നു. കേരളത്തിൽ സമാധീരണീയനായ ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു, ബാണപ്പെരുമാൾ റഹ്മത്തുള്ളാഹി അലൈഹി. ബാണപ്പെരുമാൾ നബിയുടെ മുഅ്ജിസത്ത് നേരിട്ട് കണ്ടു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബിയെ കാണാൻ കൊതിയായി. അങ്ങനെ ബാണപ്പെരുമാൾ നേരെ മുത്തുനബിയെ കാണാൻ പോയി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടുത്തെ ഈ രാജാവിന്റെ കാര്യം തന്നെ അത്ഭുതമാണ്. എന്തുകൊണ്ട്? രാജസ്ഥാനം ഒഴിവാക്കുകയാണ്. എന്തിന്? ലി റുഅയത്തി റസൂലില്ലാ, ഹബീബായ നബിയെ കാണാൻ വേണ്ടി രാജസ്ഥാനം ഒഴിവാക്കുകയാണ്. അതായത് ആഖിറത്തിന് വേണ്ടി ദുനിയാവിലെ വലിയ സോപ്പാനം ഒഴിവാക്കിയാണ്. അതിനുവേണ്ടി 10 ദിവസം കൊട്ടാരത്തിൽ മുറിയടച്ച് തപസ് ചെയ്ത് 10ാം ദിവസം തപസ് കഴിഞ്ഞിറങ്ങി വന്ന് രാജ്യം ആ കുടുംബക്കാർക്ക് വീതിച്ചു കൊടുക്കാൻ കൽപ്പന കൊടുത്ത്, പിന്നെ ഇഞ്ചി പെട്ടി കെട്ടിയുണ്ടാക്കി 21 പെട്ടി ഇഞ്ചി കെട്ടി അതും കൊണ്ട് മദീനയിലേക്ക് പോയി മുത്തുനബിയെ കാണാൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹാക്കിം റളിയല്ലാഹു അൻഹു മുസ്തദറക്കിൽ രേഖപ്പെടുത്തിയ ഹദീസിൽ ബാണപ്പെരുമാളിനെ പറ്റി സൂചനയുണ്ട്. ജാ മലികും മിനൽ ഹിന്ദ് ഇലാ റസൂലില്ലാഹി വമഅഹു ശൈഉ മിനസ് സഞ്ചബീൽ. ഇഞ്ചി കാണിക്കയാക്കി കൊണ്ടുവന്ന് നബിയെ കാണാൻ വന്ന ഇന്ത്യൻ രാജാവിന്റെ ചരിത്രം ഇമാം ഹാക്കിം തന്റെ മുസ്തദറക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചിന്തിക്കുക, ഇപ്പം നമ്മൾ വളരെ ചിന്തിക്കണം. അല്ലാഹു, ഞാനിത് പറയുന്നത് ഒരു അടിത്തറ വലിയ സംഭവമാണ്, അടിത്തറ വലിയ കാര്യമാണ്. ഈ അടിത്തറ അല്ലാഹു ഈ നാട്ടിന് നൽകിയിട്ടുണ്ട്. ഈ അടിത്തറ വളരെ ഭദ്രമാണ്. ഇതൊരാൾക്ക് പൊടിക്കാൻ കഴിയാത്തൊരു അടിത്തറയാണ്. നാം ചിന്തിക്കണം, ചിന്തിക്കുക. അപ്പോൾ പിന്നെ ഇവിടെ സ്വഹാബികൾ ഇവിടെ വന്നപ്പോൾ താബിഈങ്ങൾ ഉണ്ടായി, പള്ളികൾ ഉണ്ടായി, മഹല്ലുകൾ ഉണ്ടായി. ഹിജ്റ 22 റമളാൻ 28 കൊല്ലം പാറപ്പള്ളി മഹല്ല് നിലവിൽ വന്നു. അന്ന് മദീന ഭരിക്കുന്നത് ഉമർ ബിൻ ഖത്താബാണ് റളിയല്ലാഹു. ആദ്യത്തെ മഹല്ല്, നമ്മളാട് ഓരോ മഹല്ലുകളുണ്ട്, മഹല്ലിന്റെ സംവിധാനം. ആദ്യത്തെ മഹല്ല് ഹിജ്റ 22 റമളാൻ 28 ആദ്യത്തെ മഹല്ല് കേരളത്തിലുണ്ടായി. അന്ന് മദീന ഭരിക്കുന്നത് സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ്. അതായത് ഉമർ, വളരെ ചിന്തിക്കണം. അതേസമയം ആഫ്രിക്കയിലെ ആദ്യത്തെ പള്ളിക്ക് തറക്കല്ലിടുന്നത് ഹിജ്റ 22 ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ പള്ളിക്ക് തറക്കല്ലിടുന്നത് ഹിജ്റ 22 ഇവിടെ അപ്പഴത്തിന് മഹല്ലായി പോയി. പള്ളി നേരത്തെ ഉണ്ട് ഇവിടെ. റസൂലുള്ളാഹിയുടെ കാലത്ത് മുത്ത് മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ, ഒരു മഹല്ലിന്റെ സംവിധാനം. ആഫ്രിക്ക ഭൂഖണ്ഡത്തിലെ ആദ്യത്തെ പള്ളി മസ്ജിദ് അംർ ബിൻ ആസ് ആണ് റളിയല്ലാഹു അൻഹു. ഫുസ്താത്തിൽ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു തറക്കല്ലിട്ടുണ്ടാക്കിയ പള്ളി ഹിജ്റ 22 ആ ഹിജ്റ 22 ഇവിടെ മഹല്ലായി പോയി. അതായത് ജുമാഅത്ത് പള്ളി, മഹല്ല്, ഒരു പള്ളി പരിസരം എമ്പാടും മനുഷ്യന്മാർ മുസ്ലിമീങ്ങൾ താമസിച്ച് ജുമാ നടപ്പിലായി കേരളത്തിൽ ഹിജ്റ 22. അതേ സമയത്ത്
അതേ സമയത്ത് തൗറാത്തടക്കമുള്ള വേദഗ്രന്ഥങ്ങൾ ഇറങ്ങിയ ആഫ്രിക്കയിൽ പള്ളിക്ക് തറക്കല്ലിട്ടത് ഹിജ്റ 22-ലാണ്. അപ്പോൾ കേരളത്തിന് അള്ളാഹു നൽകിയ തൗഫീഖ് എത്ര വലുതാണ് എന്ന് മുസ്ലിമീങ്ങളെ ഒന്നാമതായി അത് നമ്മൾ ചിന്തിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇതൊന്നും വെറുതെ അല്ല, ഇതൊക്കെ ഒരു അള്ളാഹിന്റെ ഒരു പൊരുത്തം കൊണ്ടല്ലാതെ ഇത് സംഭവിക്കൂല. ഇത് ഒരു പൊരുത്തം, റബ്ബിനോ ഈ ഒരു പൊരുത്തമുണ്ട് ഈ നാടിനോട്. എന്തോ ആകാം. CK കരീമിനെ പോലെയുള്ള ആളുകൾ പറയുന്നത് കഅബാലയം ഒരു കാലഘട്ടത്ത് മണ്ണ് പലക, മരപ്പലകയും മണ്ണും കൂട്ടിയിട്ട് കഅബാലയത്തിന് മേൽക്കൂര ഉണ്ടാക്കിയപ്പോൾ ഇന്ത്യയിൽ നിന്ന് മരം കൊണ്ടുവന്നു, കേരളത്തിൽ നിന്ന് കൊണ്ടുവന്നതാകാം, ബേപ്പൂരിൽ നിന്ന് തുറമുഖത്ത് നിന്ന് കയറ്റിയതാകാം, അപ്പോൾ മലബാറിലെ മരമാകാം എന്ന അഭിപ്രായമൊക്കെ CK കരീമിനെ പോലെയുള്ള മഹാചരിത്രകാരന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. കഅബാലയത്തിന് ഒരു കാലത്ത് ആദ്യമായി കഅബാലയത്തിന് മേൽക്കൂര ഉണ്ടാക്കിയത് ഖുസൈ ഇബ്നു കിലാബാണ്. മുസ്തഫ നബിയുടെ വല്യപ്പമാരിൽപ്പെട്ട ഖുസൈ ഇബ്നു കിലാബാണ്. അതിനു മുമ്പ് മേൽക്കൂര ഇല്ല. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഅബക്ക് മേൽക്കൂര ഇല്ല. ഷീസ് നബിയുടെ കഅബക്കും മേൽക്കൂര ഇല്ല. ഇബ്രാഹിം നബിയുടെ കഅബക്കും മേൽക്കൂര ഇല്ല. മേൽക്കൂര ആദ്യമായി ഉണ്ടാക്കിയത് സഖഫ്, മേൽക്കൂര ആദ്യമായി ഉണ്ടാക്കി പാത്തി വെച്ചത് ഖുസൈ ഇബ്നു കിലാബാണ്. അതായത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വല്യാപ്പ ഖുസൈ ഇബ്നു കിലാബാണ്. അപ്പോൾ ഈ ഖുസൈ ഇബ്നു കിലാബിന്റെ കാലഘട്ടത്തിൽ മരപ്പലകയും മണ്ണും കൂട്ടി ഇടവിലൊക്കെ മണ്ണ് കയറ്റി ഒരു പ്രത്യേക മരത്തിന്റെ തോലിൽ പൊതിഞ്ഞ് മണ്ണ് കയറ്റി ഇടയിൽ പലക കയറ്റി അങ്ങനെയായിരുന്നത്രേ. അത് ഇന്ത്യയിൽ നിന്ന് കൊണ്ടത് മരമാണ്. ഇവിടെ ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുക അത് ബേപ്പൂര് തുറമുഖത്ത് നിന്ന് കൊണ്ടുവന്നതാണ്. ബേപ്പൂരിനെ പറ്റി തൗറാത്തിൽ ബാഫാർ എന്ന് രേഖപ്പെടുത്തിയിരുന്നു. ആദ്യകാല തൗറാത്തിൽ ബാഫാർ എന്ന് രേഖപ്പെടുത്തിയിരുന്നു ബേപ്പൂരിനെ പറ്റി. ലോകപ്രശസ്തമായ ഏറ്റവും പ്രധാനപ്പെട്ട ലോകപ്രശസ്തമായ തുറമുഖമാണ് അക്കാലത്ത് ബേപ്പൂര്. അപ്പോൾ മലബാറിലെ മരമായിരിക്കാം എന്നൊക്കെ ചരിത്രകാരന്മാർക്ക് അഭിപ്രായം. ഏതായാലും അള്ളാഹുവിനെ ഈ നാടിനോടൊരു പ്രത്യേക തൗഫീഖ്, ഒരു പ്രത്യേകമായ ഒരു പ്രത്യേകമായ പൊരുത്തം അള്ളാഹു ഇത് നിലനിർത്തി തരട്ടെ. അതുകൊണ്ട് മനസ്സറിഞ്ഞാമയും പറയും അള്ളാഹു താല നിലനിർത്തി തരട്ടെ, അള്ളാഹു നിലനിർത്തി തരട്ടെ. നമ്മൾ നമ്മുടെ അടിത്തറ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇവിടെ താബിഈങ്ങൾ വന്നു, ലൊഫാറിൽ വന്ന് മരിച്ചു. ചക്രവർത്തി പെരുമാൾ പോയി താജുദ്ദീൻ എന്ന പേര് സ്വീകരിച്ചു. പിന്നെ തിരിച്ചു വരുമ്പോൾ ലൊഫാറിൽ വെച്ച് മരിച്ചു. ഇപ്പോൾ ലൊഫാർ അല്ല, ഇപ്പോൾ ലൊഫാറിനെ സൊലാല എന്ന് പറയും. അതായത് ഒമാന്റെ ഭാഗമാണ് ലൊഫാർ. അന്ന് ലൊഫാർ ഒമാൻ യമന്റെ ഭാഗമാണ്. അങ്ങനെ ലൊഫാറിലെത്തിയപ്പോൾ രോഗം ബാധിച്ചു ബഹുമാനപ്പെട്ട ചക്രവർത്തി പെരുമാളിന് റളിയല്ലാഹു അൻഹു. അവിടെ വന്ന് അവിടെ വെച്ച് ശയ്യാവലംബനായി അങ്ങനെ അവിടെ വെച്ച് ബഹുമാനപ്പെട്ട ചക്രവർത്തി പെരുമാൾ മരണപ്പെട്ടു റളിയല്ലാഹു അൻഹു. ചിന്തിക്ക്, ഇപ്പോഴും അതിനൊരു കേരളത്തിന്റെ പ്രതീതിയാണ് ആ ഏരിയക്ക്. ചക്രവർത്തി പെരുമാളെ ഒരുപാട് ആളുകൾ അങ്ങോട്ട് പറഞ്ഞയച്ചു. ഇവിടെ വല്ലാത്തൊരു ബന്ധമുണ്ടായി. അന്നും ഇന്നും വല്ലാത്തൊരു ബന്ധമാണ്. ഈ ബന്ധം ഹബീബായ് നബിയുടെ മുമ്പേ ഉണ്ട്. അതാണ് ഹബീബായ് നബിയുടെ വന്നപ്പോൾ ഇത് എളുപ്പമായത്. ഹലർമൗത്ത്, യമനിലെ ഹലർമൗത്തിൽ നിന്ന് ജെറൂസലേമിലേക്ക് ആണ് അത്തർ കൊണ്ടുപോവുക. ഇന്ത്യയിൽ നിന്ന് ദക്ഷിണേന്ത്യയാണ് സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാട്. കുരുമുളക്, ഇഞ്ചി, ഏലം, ചുക്ക്, ഇതെല്ലാം ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പ് തന്നെ ഇന്ത്യയിൽ നിന്ന്, തെക്കൻ ഇന്ത്യയിൽ നിന്ന് ഹലർമൗത്തിൽ കൊണ്ടുപോയി ഹലർമൗത്തിൽ നിന്ന് നേരെ ജെറൂസലേമിൽ കൊണ്ടുപോകും. ജെറൂസലേമിൽ കൊണ്ടുപോയാൽ പിന്നെ മധ്യധരണിയായി കടത്തും. അപ്പോൾ പിന്നെ ലോക മാർക്കറ്റിലെത്തും. അതാണ് ആ കാലഘട്ടത്തിലെ രീതി. ഹലർമൗത്ത് എന്നാൽ യമന്റെ കേന്ദ്രമാണ്, കച്ചവട കേന്ദ്രം. ഈ സാധനങ്ങളെല്ലാം ഇവിടുന്ന് കൊണ്ടുപോകും. അത് മുത്ത് മുഹമ്മദ് മുസ്തഫ ഈ വഴിയിലാണ് കാര്യമായ കച്ചവടം നടന്നിരുന്നത്. ആ കച്ചവടം റോമക്കാർക്ക് പിടിച്ചെടുക്കണമെന്ന് പൂടിയുണ്ടായിരുന്നു. ഇന്നത്തെ അമേരിക്കയെ പോലെ. ഇന്നത്തെ അമേരിക്ക സത്യത്തിൽ ഒരു റോം തന്നെയാണ്. എന്തുകൊണ്ട്? ക്രിസ്റ്റഫർ കൊളംബസിന് ശേഷം റോമൻ സംസ്കാരത്തെയും ജനങ്ങളെയും പറിച്ചു നട്ടതാണ് അമേരിക്ക. അപ്പോൾ ആ കാലഘട്ടത്തെ അമേരിക്കയാണ് ഇന്നത്തെ ആ റോം. അത്ര വലിയ സ്ഥാനമുണ്ട് റോമിന്. ഹലർമൗത്ത് മുതൽ ജെറൂസലേം വരെ കച്ചവടം പിടിച്ചടക്കമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ കച്ചവടം അറബികളുടെ കയ്യിലാണ്. ഇന്ത്യയിൽ നിന്ന് സാധനം അവർ കൊണ്ടുപോകും. കച്ചവടം പിടിച്ചടക്കണം. അതിന് റോമക്കാർക്ക് വലിയ പൂടി. അപ്പോൾ പിന്നെ അതിനൊരു പഴുത് കിട്ടിയില്ല. അതിലൊരു കുത്തിത്തിരിപ്പുണ്ടാക്കിയതാണ് അബ്രഹത്ത് ലഅനത്തുല്ലാഹി അലൈഹി. അതാണ് അതിന്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് അലം യജഅൽ ഖൈദഹും ഫീ തദ്ലീം, അവരുടെ ചതി
അള്ള പാഴാക്കി എന്ന് പറഞ്ഞു. ചതി എന്ന് പറഞ്ഞാല് നേരിട്ട് കഅബ തകർക്കാൻ വേണ്ടി വന്നാൽ എന്തിനാ ചതി എന്ന് പറയാ? ചതി എന്ന് പറഞ്ഞാൽ ഒരു ഗൂഢമായ ഒരു പണി ബാക്കിൽ നടത്തണം. അത് അവരുടെ ലക്ഷ്യം ഇതൊന്നുമല്ല, കഅബ പൊളിക്കലും അല്ല. എന്ത്? അറബികളെ അടിച്ചു താഴ്ത്തുക, അറബികളെ പിടിച്ചടക്കുക. അപ്പോൾ പിന്നെ 2200 കിലോമീറ്റർ അവർക്ക് കച്ചവടം നടത്താം. അങ്ങനെ ആവുമ്പോൾ ലോക മാർക്കറ്റ് അവരെ കയ്യിലൊടുങ്ങും. ഇന്ത്യയിൽ നിന്ന് ചരക്ക് നേരിട്ട് കൊണ്ടുവരാം. അതിന് അറബികൾ തകരണം. അറബികൾ തകരണമെങ്കിൽ കഅബ തകരണം. അതിനുവേണ്ടി റോമക്കാരുടെ ആശ്രിത രാഷ്ട്രമായ അബസീനിയക്കാരുടെ ഗവർണറായ അബ്രഹത്ത് കഅബ പൊളിക്കാൻ വന്നത്. സത്യത്തിൽ കഅബ പൊളിക്കാൻ വന്നത് പോലും ഈ കേരളം മുതൽ ജെറൂസലേം വരെ നീണ്ടു കിടക്കുന്ന ഒരു കച്ചവടം അവർക്ക് ലഭിക്കാൻ വേണ്ടിയാണ്. ഇതൊക്കെയാണ് ചരിത്രം. നിങ്ങൾ ചിന്തിക്കണം. മുത്ത് മുഹമ്മദ് മുസ്തഫ പഠിക്കണം. ഇതൊക്കെ വളരെ പഠിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് ഈ ബഹുമതി കിട്ടിയത്? ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പ് തുടങ്ങിയ ബഹുമതിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നാടിനെ തകർക്കാൻ കഴിയൂല, ആര് തകർത്താൻ തകരൂല. എന്തൊക്കെ ഇവിടെ നടന്നു? ഡച്ചുകാർ വന്നു, ഫ്രഞ്ചുകാർ തകർക്കാൻ നോക്കി, പോർച്ചുഗീസുകാർ കാട്ടിക്കൂട്ടുന്നതൊക്കെ കാട്ടിക്കൂട്ടി. പൊന്നാനിപ്പള്ളി കത്തിച്ചു പോർച്ചുഗീസുകാർ. അതേ സമയത്ത് നാഹൂല മിസ്കാൽ 800 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയ മിസ്കാൽ പള്ളി പൊളിക്കാൻ വന്നു. എന്തൊക്കെയാണ് പോർച്ചുഗീസുകാർ കാട്ടിയത്? എന്നിട്ടും ഇവിടെ തകർക്കാൻ കഴിഞ്ഞിട്ടില്ല. ബ്രിട്ടീഷുകാർ പിന്നെ 10,000-കണക്കിന് മുസ്ലിമീങ്ങളെ ഈ മലബാറിലിട്ട് കൊന്നു. എന്തൊക്കെ ചെയ്തു? ഇതൊക്കെ ഇവിടെ അട്ടിമറിയെന്ന് വിചാരിച്ചു. പക്ഷേ അട്ടിമറിഞ്ഞിട്ടില്ല. എന്താ കാരണം? അത് ചക്രവർത്തി പെരുമാൾ കറാമത്താണ് റളിയല്ലാഹു അൻഹു. ഒരു ആശിഖുർ റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആശിഖുർ റസൂലാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളെ ഇഷ്കാണ്. അതന്നെ കേരളത്തിൽ ഇഷ്ക് എന്നും നിലനിൽക്കും. കേരളത്തിൽ ഖിയാമത്ത് നാൾ വന്നാലും ആധിപത്യം സുന്നികൾക്കായിരിക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആര് വാല് പൊളിഞ്ചിച്ച് ചാടിയിട്ടും കേരളത്തിൽ കാര്യമില്ല. എന്തുകൊണ്ട്? അതും ചക്രവർത്തി പെരുമാൾ കറാമത്താണ്. കാരണം അവർ ആശിഖുർ റസൂലാണ്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അടിത്തറ ഇഷ്ഖുർ റസൂലാണ്. നബിയോടുള്ള അദമ്യമായ പ്രേമം, ആ പ്രേമത്തിൽ അധിഷ്ഠിതമായ ഒരു വഴിയാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅ. അള്ളാഹു തൗഫീഖ് തരട്ടെ. നല്ലപോലെ നിങ്ങൾ ചിന്തിക്കണം. ഇപ്പോൾ നോക്കണി, ഇവിടെ സ്വഹാബികൾ വന്ന്, ഇവിടെ താബിഈങ്ങൾ വന്ന്, ഇവിടെ തബഉ താബിഈങ്ങൾ വന്ന്, വലിയ വലിയ ആളുകൾ വന്ന്, ലോകം കണ്ട മഹാന്മാർ വന്നു. ഖദർ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരിൽ ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം സ്ഥിരമായി പാറപ്പള്ളിയിൽ വന്നിരുന്നത് കൊണ്ട് പാറപ്പള്ളിയിൽ ഒരു ചെറിയ പള്ളിയുണ്ട്, മസ്ജിദ് ഖദർ. എൻ്റെ ബഹുമാനപ്പെട്ട ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് അവിടെ വിശ്രമിച്ചിരുന്നത്രേ. മഹാനായ ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ ഈ ഏരിയയിൽ നിന്ന്, ഈ കടപ്പുറം ഏരിയയിൽ നിന്ന് ഖദറിനെ കണ്ട സംഭവം പലപ്പോഴും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പല ചരിത്രവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1400 കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഖദർ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കേരളത്തിൽ പല ആളുകൾ കണ്ടതായി ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചരിത്രത്തിലുണ്ട്. ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം സ്ഥിരമായി വന്നിരുന്ന നാടാണ് കേരളം. വന്നിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ കിട്ടിയ ചരിത്രം പറയാണ്. ഇന്നത്തെ അവസ്ഥ പോലും അല്ലാഹു അലം. ഖദറിന് ഏതായാലും കേരളത്തോട് വലിയ ബന്ധമുണ്ട്. ഖദർ, ഈ മസ്ജിദ് ഖദർ എന്ന പള്ളി പാറപ്പള്ളിയിൽ ഉണ്ടാക്കാനുള്ള കാരണം, അപ്പുറത്ത് വലിയ പള്ളിയുണ്ട്, പക്ഷെ അപ്പുറത്ത് പള്ളി ചെറിയ കടപ്പുറത്തോട് ചേർന്ന് ഒരു ചെറിയ പള്ളിയുണ്ട്. ആ പള്ളിക്ക് മസ്ജിദ് ഖദർ എന്ന പേര്. അതിൻ്റെ ചരിത്രം അവിടെ വന്ന് വിശ്രമിച്ചിരുന്നു മഹാനായ സയ്യിദുന ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം. വേറെയും ആളുകൾ ഇവിടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഖദർ ഇവിടെ സ്ഥിരമായി വന്നിരുന്നത്. ചിന്തിക്കുക. പിന്നെ എല്ലാ സാദാത്യങ്ങളും ഇവിടെ വന്നു. ഹബീബായ നബിയുടെ കുടുംബം, അവരാണല്ലോ സാദാത്ത്. ആ സാദാത്യങ്ങളിൽ ഏറെ കബീലകളും ഇവിടെ വന്നു. ഇവിടെ ജിഫിരി വന്നു, ഇവിടെ ഐദറുസി വന്നു, ഷിഹാബി കബീല മേൽക്കോയ്മ. അവര് ലോകത്ത് കബീലകളെ കൂട്ടത്തിൽ ഒരു അധികാരമുള്ള കബീലയാണ് ഷിഹാബി കബീല. ആ ഷിഹാബി കബീല നൂറ്റാണ്ടുകളായി കേരളത്തിന് നേരായ ഒരു മാർഗത്തിൽ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. ബാഫക്കി പറഞ്ഞു, ബാലവി തങ്ങളെ പറ്റി പറഞ്ഞു. ഇതൊക്കെ വിവിധങ്ങളായ റസൂലുള്ളാഹിയുടെ മക്കളുടെ കബീലകളാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസനിയ കബീല വന്നു, ഹുസൈനിയ കബീല ഇവിടെ എമ്പാടും ഉണ്ട്. ഹസനിയ കബീല ഉണ്ട്, മുസല്ല വിരിച്ചു വന്നവരുണ്ട്. ബഹുമാനപ്പെട്ട കടനുണ്ടിയിൽ കിടക്കുന്ന അൽ ഖുത്ബ് സയ്യിദ് ജമലുല്ലൈൽ റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ ഉദ്ഘാടനം ചെയ്തു. ജമലി കബീൽപ്പെട്ട ഒരു കുട്ടിയാണല്ലോ, അല്ലേ? ഇവിടെ ഉദ്ഘാടനം ചെയ്ത് ജമലി കബീൽപ്പെട്ട ഒരു കുട്ടിയാണല്ലോ. ചിന്തിക്ക്, ജമലി കബീലയുടെ പാപ്പ അൽ ഖുത്ബ് സയ്യിദ് ജമലുല്ലൈൽ, അതായത് ഇപ്പോൾ കടനുണ്ടി പള്ളിയിൽ കിടക്കുന്ന മക്കാമിൽ കിടക്കുന്ന അൽ ഖുത്ബ് സയ്യിദ് ജമലുല്ലൈൽ റഹ്മത്തുള്ളാഹി അലൈഹി
ബാപ്പാനോട് അനുമതി പറ്റും. ബാപ്പ രാജാവാ. സുമാത്രയിലായ മലിക് അബ്ദുറഹ്മാന്റെ മകനാണ് അൽ ഖുതുബ് സയ്യിദ് മുഹമ്മദ് ജമലുല്ലൈൽ. അല്ലാഹു തആല അവരുടെ ദർജ ഏറ്റി കൊടുക്കട്ടെ. നിങ്ങൾ നല്ല ഉഷാറിലിരിക്കി. നിങ്ങൾ അങ്ങനെ ഈസി ആയിരിക്കല്ലേ. നിങ്ങൾ തലയൊക്കെ കയറ്റണം എന്ന് വിചാരിച്ചിട്ടിരിക്കി. നിങ്ങൾ ഈസിയായി ഇരിക്കില്ല. നിങ്ങൾ കാര്യം മനസ്സിലാക്കാൻ ഇരിക്കും പോലെ ഇരിക്കി. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. നിങ്ങൾ ചിന്തിക്കുക. അതായത് സുമാത്രയിലെ, അതായത് ഇന്തോനേഷ്യയുടെ പരിസരത്തുള്ള ഒരു നാടാണ് സുമാത്രയിലെ, മനസ്സിലാകുന്നില്ലേ? സുമാത്രയിലെ രാജാവാണ് മലിക് അബ്ദുറഹ്മാൻ. ആ മലിക് അബ്ദുറഹ്മാന് ഒരേ ഒരു മകൻ ജനിച്ചു. അതുകൊണ്ട് വലിയ അധികാരമുള്ള രാജാവാ, സുമാത്രയിലെ വലിയ രാജാവാ. അപ്പോൾ ഈ രാജാവിന് ആകെ ഒരു ആൺകുട്ടി ഉണ്ടായി. അപ്പോൾ പരമാവധി ഈ കുട്ടിക്ക് അശ്വാഭ്യാസം, അമ്പെയ്ത്ത് പലതും പഠിപ്പിച്ചു. പക്ഷെ കുട്ടിക്ക് അതൊന്നും താല്പര്യമില്ല. കുട്ടി പള്ളിയുടെ മൂലൊക്കെ പോയിരിക്കും. കല്യാണം കഴിക്കാൻ പറഞ്ഞു. കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടായില്ല. അവസാനം ബാപ്പ നിർബന്ധിച്ചു കല്യാണം കഴിച്ചു. അങ്ങനെ കല്യാണം കഴിച്ച ആ രാത്രി തന്നെ പെണ്ണിനോട് പറഞ്ഞു, പെണ്ണെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ പാരിതോഷികമൊക്കെ നിനക്ക് തരാം. ഈ തൽക്കാലം എനിക്കിത് നടക്കുന്ന കേസല്ല, ഞാൻ ബാപ്പാൻ്റെ കുടുക്കിയിട്ട് ചെയ്തതാണ്, എനിക്കിതൊന്നും നടക്കൂല, എൻ്റെ വഴി വേറെയാണ് എന്ന് രാജാവിൻ്റെ മകൻ മുഹമ്മദ് എല്ലാ ദിവസവും ബാപ്പാനോട് സമ്മതം ചോദിക്കും. ബാപ്പ, ഞാൻ കേരളത്തിൽ പോവാണ്. സുമാത്രയിലെ മലിക് അബ്ദുറഹ്മാന്റെ മകനാണ് മലിക് മുഹമ്മദ്. മനസ്സിലായില്ലേ? രാജാവായിട്ടില്ല. രാജാവാകാൻ വേണ്ടി എല്ലാം പഠിപ്പിച്ചു. പക്ഷെ മകൻ അതിലൊന്നും താല്പര്യമില്ല. മകൻ പള്ളിയുടെ മൂലക്കൊണ്ടിരിക്കും. അവസാനം എല്ലാ നേരത്തും വന്നിട്ട് പറയും ബാപ്പാനോട്, ബാപ്പാ, എനിക്ക് സമ്മതം തരി, ഞാൻ പിന്നെ കേരളത്തിലേക്ക് പോവാണ്. സുമാത്ര എന്നാ പറയുന്നത്. നിങ്ങൾ ഈ നാടിന്റെ വലിപ്പത്തരം ചിന്തിക്കുക. ഇത് കൊല്ലം എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ചരിത്രമാണ്. ബാപ്പ സമ്മതം കൊടുക്കൂല. ഇയാളൊക്കെ ഒഴിവാക്കിയിട്ട് ഇയാണ് രാജാവ്, ഈ നാട് ഭരിക്കേണ്ടവനാണ് ഈ പോലെ എന്ന് പറയുന്നത്. അവസാനം സ്വപ്നത്തിൽ മകൻ മലിക് മുഹമ്മദ് സ്വപ്നം കണ്ട് ആരെ കേരളത്തിലേക്ക് പോകാൻ നിനക്ക് ഞാൻ സമ്മതം തന്നിട്ടുണ്ട് എന്ന് ബാപ്പാനോട് പറഞ്ഞാളാണ്. മനസ്സിലായില്ല? ആര്? ഹബി ഒന്ന് പറയും മനുഷ്യന്മാരെ. ആര്? നിങ്ങൾ ഈ നാട് മനസ്സിലാക്കി. ആര്? മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, അവരെ പേരക്കുട്ടിയാണ് കോഴിക്കോട് ഇന്നത്തെ ഖാദിം ആര്? മുഹമ്മദ് കോയ ജമലുല്ലൈലി. ഈ മുഹമ്മദ് കോയ ജമലുല്ലൈലിയുടെ വല്യപ്പയായ അൽ ഖുതുബ് സയ്യിദ് മുഹമ്മദ് ജമലുല്ലൈൽ, ഇവിടെ ആദ്യം വന്ന ആളെ പറ്റിയായി പറയുന്നത്. അവൻ സുമാത്രയിലെ രാജാവായ മലിക് അബ്ദുറഹ്മാന്റെ മകൻ മലിക് മുഹമ്മദാണ്, രാജാവാണ്. രാജസ്ഥാനത്തിനൊന്നും ഈ കുട്ടിക്ക് താല്പര്യമില്ല. ഈ കുട്ടിക്ക് കേരളത്തിന് പോകണം. പാപ്പ സമ്മതിച്ചില്ല. ഒരു ദിവസം റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു, മോനെ, ഈ നാളെ നേരം വെളുത്താൽ ബാപ്പാനോട് പറഞ്ഞാളാ, അതിൻതുലക്കലിൽ ഖുറൂജീൻ, ഞാൻ നിനക്ക് കേരളത്തിലേക്ക് ദീനീ പ്രബോധനത്തിന് പോകാൻ ഞാൻ നിനക്ക് സമ്മതം തന്നിരിക്കുന്നു. ആര്? കേരളത്തിലേക്ക് പോകാൻ ഞാൻ നിനക്ക് സമ്മതം തന്നിരിക്കുന്നു. ആര്? മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബഹിയുടെ നേരം എണീറ്റ് ബാപ്പാനോട് പോയി പറഞ്ഞു, ഉപ്പാ, കേരളത്തിലേക്ക് പുറപ്പെടാൻ അള്ളാഹുവിന്റെ റസൂൽ എനിക്ക് സമ്മതം തന്നിരിക്കുന്നു. ബാപ്പ പൊട്ടിക്കരഞ്ഞു വീണ്, അള്ളാഹുവിന്റെ റസൂൽ സമ്മതം തന്നാൽ ഞാൻ മുടക്കൂല എന്ന് പറഞ്ഞു. പുറപ്പെട്ടു. തുറമുഖത്ത് വന്നപ്പോൾ കപ്പലില്ല. സമയവും തോളിലൊരു മുസല്ല ഉണ്ടായിരുന്നത്രേ. ആ മുസല്ല തോളുന്നെടുത്ത് കടലിൽ വിരിച്ച് മുസല്ലപ്പുറത്ത് വന്ന ആളാണ് ആര്? മുഹമ്മദ് കോയന്റെ ഇന്നത്തെ കോഴിക്കോട് ഖാദിന്റെ ആദ്യത്തെ വല്യാപ്പ കേരളത്തിലൊന്ന് കടലിൽ മുസല്ല വിരിച്ചു വന്നതാണ്. ആര് സമ്മതം കൊടുത്തിട്ട്? മുസ്തു മുഹമ്മദ് മുസ്തഫ. അതാണ് കേരളം. ഇത് വല്ലാത്തൊരു നാട്, ഇത് തൗഫീഖുള്ള നാടാണ്. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. അങ്ങനെ ബഹുമാനപ്പെട്ടവര് തുറമുഖത്ത് വന്നപ്പോൾ കപ്പലില്ല. മുസല്ല കടലിൽ വിരിച്ച് മുസല്ലപ്പുറത്ത് കയറി വന്നു. നേരെ എത്രയോ പാട്ടുകൾ അതിനെപ്പറ്റി, പിന്നെ മൗലൂദ്, ചരിത്രം,
പാട്ടുകൾ, രേഖകൾ, മാപ്പിളപ്പാട്ട്, കൈമുട്ടിപ്പാട്ട്, ഇതൊക്കെ പഴയ കാലത്ത് ഒരുപാട് പാട്ടിൻ്റെ ചരിത്രങ്ങളുണ്ടല്ലോ മലബാറിൽ. കല്യാണപ്പാട്ട്, കൈക്കുട്ടി പാട്ട്, കോൽക്കളിപ്പാട്ട്, ഈ പാട്ടുകളിലെല്ലാം മുസല്ല വിരിച്ച് വന്ന മുഹമ്മദ് ജമലിനെ പറ്റി എത്രയോ പാട്ടുകളുണ്ട്, മൗലീദുണ്ട്, രേഖയുണ്ട്, ചരിത്രമുണ്ട്. ചിന്തിക്കണം മോമിനിയങ്ങൾ, ചിന്തിക്കണം. ജമലിലെ കുടുംബത്തിൻ്റെ വലിയ താരീഖ് ഷാമിൽ പുറത്തിറക്കിയിട്ടുണ്ട്. ആ ഷാമിൽ അഷ്ജറത്തു ത്വയ്യിബ എന്നൊരു കിതാബുണ്ട്. ആ കിതാബിൽ ജമലിലെ കുടുംബം ഇവിടെ വന്ന രീതി പറയുന്നുണ്ട്. അതും ആ ചരിത്രവും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചിന്തിക്കണം. അപ്പോൾ എല്ലാ കബീല, അതായത് എല്ലാവർക്കും താല്പര്യമായിരുന്നു ഇങ്ങോട്ട് വരാൻ. കേരളത്തേക്ക് ബഹുമാനപ്പെട്ട മൗലദ്ദവീല ഖുതുബുസ്സമാൻ അസ്സയ്യിദ് അലവിയിൽ മമ്പുറമി തങ്ങൾ പോരുമ്പോൾ അന്ന് ബഹുമാനപ്പെട്ടവർക്ക് 15 വയസ്സാ. അപ്പോൾ 15 വയസ്സായ കുടുംബത്തിലെ മൂത്ത കാക്കയിൽ നിന്ന് പഠിക്കുന്ന സീതി എന്ന പേരിലുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിക്കും കേരളത്തിലേക്ക്, ചെറിയ കുട്ടി, 15 വയസ്സാ. മൗലദ്ദവീല ഖുതുബുസ്സമാൻ ഇങ്ങോട്ട് വരും, പുറപ്പെടുമ്പോൾ 15 വയസ്സാണ്. അപ്പോൾ അന്ന് മൗലദ്ദവീല പഠിക്കുന്ന ആളാണ്. അതേ സമയത്ത് മൗലദ്ദവീല ഖുതുബുസ്സമാനിൽ നിന്ന് പഠിക്കുന്ന തൻ്റെ താഴെയുള്ള ഒരു ചെറുപ്പക്കാരൻ കുട്ടി ഉണ്ടായിരുന്നു കുടുംബത്തിൽ. ആ കുട്ടിക്കും പോരാൻ കൂടിയ കേരളത്തിലേക്ക് പോരാൻ, തെരീമിൽ നിന്ന് ഹളറമൗത്തിലേക്ക് പോരാൻ കുതിര കിട്ടിയില്ല. കുതിരപ്പുറത്ത് വരണം, കുതിര കിട്ടിയില്ല. കുതിര സംഘടിപ്പിച്ച് വരാൻ കഴിഞ്ഞാൽ ഏതെങ്കിലും കാഫില സംഘത്തിൽ തെരീമിൽ എത്തിച്ചേർന്നാൽ ഞാൻ എന്നെ കേരളത്തിലേക്ക് കൊണ്ടുപോയിക്കോളാന്ന് മൗലദ്ദവീല സീതിയോട് പറഞ്ഞു. അന്വേഷിച്ചിട്ട് കുതിരയും കിട്ടിയില്ല, കാഫിലയും കിട്ടിയില്ല. നേരം പൊളുത്ത് സുബഹ നിസ്കരിക്കാൻ വേണ്ടി തഹജ്ജുദിന്റെ സമയത്ത് ഈ ചെറിയ കുട്ടി എണീറ്റു. അപ്പോൾ മനസ്സിൽ ബേജാറായി, നാളെ കുടുംബത്തിലെ എൻ്റെ കാരണവരും ഉസ്താദുമായ മൗലദ്ദവീല പോകുന്ന ദിവസമാണല്ലോ, എനിക്ക് പോകാൻ കഴിഞ്ഞില്ലല്ലോ. മിസ്വാക്ക് കൊണ്ട് ചരിത്രം, മിസ്വാക്ക് കൊണ്ട് തിണ്ടിനെ അടിച്ചു. തിണ്ട് ഹളറമൗത്തിൽ പോയി നിന്നു. ആ മഹാൻ ബഹുമാനപ്പെട്ട മൗലദ്ദവീല ഖുതുബുസ്സമാന്റെ ശിഷ്യനായി ഇവിടെ താമസിച്ചു. പിന്നെ സയ്യിദ് ഫളിന്റെ ഉസ്താദായി. അവർ മമ്പാട് അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. മമ്പാട് മക്കാമിൽ കിടക്കുന്നത് തിണ്ടോടി ചടങ്ങുകളാണ്. അതായത് ചിന്തിക്കണം, കറാമത്തുകൾ കൊണ്ട് എത്തിച്ചേർന്ന മഹാന്മാർ ഇവിടെ അരമറി ഉണ്ടായിരുന്നു. വന്നവരൊന്നും പോയില്ല, വന്നവർ പോയില്ല. ഈ നാട്ടിന്റെ പ്രത്യേകതയാണ്. ഇവിടെ തമീമുൽ അൻസാരി എന്ന സ്വഹാബി, ബദറിൽ പങ്കെടുത്ത സ്വഹാബി വന്നപ്പോഴും ഇവിടെ താമസിക്കാനാ വന്ന് ഇവിടെ താമസിച്ച് മരിച്ചു. എല്ലാവരും അങ്ങനെയാണ്. ഇതൊക്കെ ബദരീങ്ങളിൽപ്പെട്ട മഹാന്മാരാണ്. അവരെല്ലാം കേരളത്തിൽ വഫാത്തായി കിടക്കുന്നുണ്ട് എന്നാണ് പ്രധാന അഭിപ്രായം. പിന്നെ അനവധി കബീലക്കാർ വന്ന് ആ കബീലക്കാരെല്ലാം ഇവിടെ ദീൻ പഠിപ്പിച്ചു. പിന്നെ ഇവിടെ മഹാന്മാരായ ഉലമാക്കൾ വന്ന്, വലിയ വലിയ മശായിഖന്മാർ വന്ന്, ആലിമീങ്ങൾ വന്ന്. ബഹുമാനപ്പെട്ട അലിയുൽ കൂഫി പെരിങ്ങത്തൂരിൽ വരുന്നത് ഹിജ്റ 220-ലാണ് റളിയല്ലാഹു അൻഹു. ഉമർ സമർഖന്ദി അപ്പുറത്ത് വന്നു, അതിഞ്ഞാലിൽ റളിയല്ലാഹു അൻഹു. വലിയ വലിയ ആരിഫീങ്ങൾ, വലിയ വലിയ സ്വാലിഹീങ്ങൾ, എമ്പോഴും വലിയ വലിയ ഖാദിരി ത്വരീഖത്തിന്റെ മശായിഖന്മാർ ഇവിടെ വന്ന്. അബ്ദുറഹ്മാൻ ഷെയ്ഖിനെ പോലെ ബഹുമാനപ്പെട്ട നക്ഷബന്ദി ത്വരീഖത്തിന്റെ ഷെയ്ഖാണ് ബഹുമാനപ്പെട്ട താനൂരിൽ കിടക്കുന്ന അബ്ദുറഹ്മാൻ റഹ്മത്തുള്ളാഹി അലൈഹി. അവരുടെ മുഖാമികൾ ഇവരൊക്കെ അസ്ലി അവിടെ നിന്ന് വന്നവരാണ്. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം.